ഇപ്പോൾ ബംഗാളിലാണെങ്കിലും BJP അവിടെ ശരിക്കും വളർന്നത് ഈ SC ST OBC വിഭാഗക്കാരുടെ പിന്തുണ നേടിയാണ്. അപ്പം BJP ശരിക്കും ബംഗാളിൽ ഇപ്പോൾ വേണമെങ്കിൽ ഒരു പാൻ ബംഗാളി ഹിന്ദു പാർട്ടി എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ BJP ഒരു OBC SC ST പാർട്ടിയാണ്. കാരണം നോർത്ത് ബംഗാൾ എന്ന് പറഞ്ഞാൽ OBC SC ST മേഖലകളാണ്. അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസിന് സപ്പോർട്ട് വഴിയാണ് വന്നത്. നമ്മളിവിടുന്ന് പറയുന്ന സവർണ ഫാസിസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ BJPയുടെ ഒരു വളർച്ചയിൽ, ഉത്തരേന്ത്യയിലെ ഒരു വളർച്ചയിൽ തുടർച്ചയായിട്ട് ഭരണം ലഭിക്കുന്നു. ഉത്തർപ്രദേശ് ആണെങ്കിലും ഇതെല്ലാം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണല്ലോ. പ്രത്യേകിച്ച് ഗോത്ര മേഖലകൾ, ഇപ്പം ജാർഖണ്ഡ് ആണെങ്കിലും ഛത്തീസ്ഗഡ്, പിന്നെ മധ്യപ്രദേശിലെ പല പ്രദേശങ്ങൾ, ഗുജറാത്തിലെ പല മേഖലകൾ, നോർത്ത് ഈസ്റ്റ്, ഇവിടെയെല്ലാം RSSൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ്. ഇപ്പോൾ വനവാസി കല്യാണ ആശ്രമം അവരൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഒരുപാട് സാമൂഹ്യ സേവനം നടത്തുന്നത്, സേവാഭാരതിയുടെ വിവിധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് BJPയുടെ ഈ വിജയങ്ങൾ. അതായത് കോൺഗ്രസിൻ്റെ കോട്ടകളായിരുന്ന പ്രദേശങ്ങളാണ് ഇപ്പം തുടർച്ചയായിട്ട് BJPക്കൊപ്പം നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒഡീഷയിലെ മുഖ്യമന്ത്രി, അതുകൂടാതെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി, ഇവരെല്ലാം ഗോത്രവർഗ്ഗക്കാരാണ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ഏത് പാർട്ടിക്കാണ് അങ്ങനെയുള്ള ഇപ്പോൾ നിലവിൽ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം അത് തന്നെയല്ലേ ഇപ്പോൾ ബംഗാളിലും കാണുന്നത്. ഇനിയിപ്പം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഇപ്പം തമിഴ്നാട് ഇനി ഒരു ലക്ഷ്യം വെക്കുന്ന സ്ഥലം, ഇപ്പോൾ ഇത്തവണ നല്ല റിസൾട്ടല്ല തമിഴ്നാട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും കൃത്യമായ പ്ലാന് BJPക്ക്